പെരുവമ്പുതഞ്ചേ കരിങ്കടലിൻ മാനം പോയി കരിങ്കടലേ. 1000 കൂടുതലൊക്കെ ഉണ്ട് പാട്ടുകൾ, എല്ലാം ഉണ്ട്. എല്ലാവരും ഇഷ്ടംപോലെ ഇപ്പം നമ്മളെ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പിന്നെ ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഈ പുരാണമൊക്കെ വായിച്ചും കേട്ടുമൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്നുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലുമൊക്കെ എഴുതാനൊന്നും ഒരു വിഷയമില്ല. മലയാളത്തിലാണെങ്കിൽ ഭംഗിയായിട്ട് എങ്ങനെ എഴുതി എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മുടെ ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് സ്റ്റുഡിയോയിൽ യാദൃച്ഛികമായിട്ട് ഒരാൾ വന്നു. നേരത്തെ പരിചയമുള്ള ആളാണ്, വലിയ അടുത്ത പരിചയമൊന്നുമില്ല. എങ്കിലും അദ്ദേഹമായിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. നന്നായിട്ട് പാട്ട് എഴുതും, സംഗീതം ചെയ്യും, പാടും, ഒപ്പം അഭിനയിക്കുകയും ചെയ്യും. നമ്മുടെ കുളത്തുപുഴ പഞ്ചായത്തിൽ ഉള്ള ആൾ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. പോകിനദേഹം പോകിനദേഹം പോകിനദേനെൻ്റെ പങ്കിലേനദേഹം കേനദേനകം പട്ടറ്റു പോകും ഞാൻ പങ്കിലേ. 1000 ചന്ദിരൻ പൂത്തു നിന്നേ നിന്നായിരവും പോയിഞ്ചു പോയേ കണ്ടിരിക്കേനെൻ്റെ കൈമണിപ്പുള്ളനെ കൊണ്ടുകൊണ്ടേ. പെരുവമ്പുതഞ്ചേ കരിങ്കടലിൻ മാനം പോയി കരിങ്കടലേറിനതേ. തായവിളയിലും മേലവിളയിലും കുറ്റിരുട്ടേറിന പങ്കിളിയേ. താറ്റുമ്പഞ്ഞാനു നീ കാട്ടും തറുതല കൂട്ടുക്കന കൊണ്ടു കാടുമുണ്ടു കാട്ടുകിടച്ചെൻ്റെ കേയലൊരാർക്കയാൽ ആറന്തലേന മുയമുയങ്ങും. പോകിനദേഹം പോകിനദേഹം പോകിനദേനെൻ്റെ പങ്കിലേ കേയിനദേഹം കേയിനദേനകം പട്ടറ്റു പോകും ഞാൻ പങ്കിലേ പട്ടറ്റു പോകും ഞാൻ പങ്കിലേ. ഈ പാട്ട് എവിടെ പാടിയെന്ന് പറഞ്ഞു? ഇത് നമ്മുടെ ദേവി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. എഴുതി. എൻ്റെ സുലോചൻ കടമാങ്കോട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതല്ലേ, എപ്പോഴും കാണുന്നത്. എനിക്ക് അവിടുന്ന് വേറൊരു കക്ഷി ഇങ്ങനെ പഴയ ആദിവാസി സോങ് ഒക്കെ പാടുന്ന ഇവിടെ വന്നായിരുന്നു. ഒരുപാട് പേർക്ക് അറിയാം. ഇത് പറ്റൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ സീൻ അനുസരിച്ച് നമ്മൾ ആ ഭാഷയിൽ എഴുതി കൊടുത്താൽ, അല്ലാതെ പഴയ നാടൻ അങ്ങനെയുള്ള ശീലുകളല്ല. 2 പാട്ടും അങ്ങനെ അവർ പറഞ്ഞ സീൻ അനുസരിച്ച് നമ്മൾ എഴുതി കൊടുത്താൽ. ദേവി എന്ന് പറഞ്ഞ സിനിമ എവിടെയായിരുന്നു ഷൂട്ടിംഗ്? എവിടെയായിരുന്നു അത്? ഈ കല്ല് വെച്ച് നമ്മുടെ ഈ പിന്നെ ഈ ഇവരുടെ ഇതുണ്ടല്ലോ, തോട്ടമുണ്ടല്ലോ, തോട്ടത്തിനങ്ങ് അറ്റുനാണ്ട് ആ പിന്നെ പാലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫാക്ടറിക്കുള്ള അത് കഴിച്ചിട്ട് കുറച്ച് മേഖല കയറുന്നു. റെക്കോർഡിങ് കഴിഞ്ഞ് പാട്ട് 2 അവർ റിലീസ് ചെയ്തായിരുന്നു, യൂട്യൂബിലൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ സിനിമ ചെയ്തത് പിന്നെ ഈ ജൂൺ 1-നായിരുന്നു. നമ്മുടെ രാധാകൃഷ്ണൻ പന്തി സാറൊക്കെ കണ്ടായിരുന്നു. അവിടെ ഒരു 3-4 MLA-മാരും ഓരോരോ കണ്ട്. പിന്നെ അവരെല്ലാം വിളിച്ച് നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തേ. കൈരളി തിയേറ്ററിൽ വെച്ച് ചെയ്തിട്ട് അപ്പോൾ പുള്ളി ഇതുപോലെ ഈ ആർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരു ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആർട്ട് ഡയറക്ടറാണ് പുള്ളി. കേരളത്തിലൊക്കെ നിന്നത്. അപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ഇങ്ങനെ വെറുതെയൊക്കെ എത്തുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ഒരു ചെയ്ത് ഒരു ക്യാമറയായിട്ടൊക്കെ വന്നതാണ്. പിന്നെ ഈ ഭാഷ ഇവിടെ വന്നിട്ടപ്പം നമ്മളുമായിട്ട് പരിചയപ്പെട്ടത് കൺവെർട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇത് ഡെവലപ്പായി. അപ്പോഴത്തേക്ക് അപ്പോൾ ഒരു പാട്ട് വേണമെന്നായി. അങ്ങനെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞാൽ 2-3 മിനിറ്റ് നേരത്തേക്ക് ഒരു ഒരെണ്ണം കൂടെ വേണം. അതായത് ഒരു സന്ദേശം വേണം. അതിന് ഒരിട്ട് കൂടെ അവർ പറഞ്ഞത് അതുപോലെ പ്ലാൻ എഴുതി കൊടുത്തത്.
അപ്പം ഒരു സിനിമയ്ക്കകത്ത് പാട്ട് എഴുതി അത് പാടി അഭിനയിക്കുകയും ചെയ്തില്ല. ഒരു കൊച്ചു ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്, 2 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇവരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഈ ഭാഷ ചെയ്യിക്കണ്ടേ, അതിനൊക്കെ പോയിട്ട് എല്ലാ കാര്യത്തിലും എഡിറ്റിങ്ങും മറ്റു പക്ഷേ എല്ലാത്തിനും നമ്മളുടെ ഇത് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്. അപ്പം സുല്ലാദിനെ കാണാൻ ഇപ്പോഴും ഇല്ല, ഞാൻ ഈ ഭാഷയല്ലാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. 1000 കൂടുതലൊക്കെ ഉണ്ട് പാട്ടുകൾ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ആരും ശ്രദ്ധിക്കാനുള്ള നമ്മൾ പിന്നെ ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഈ പുരാണമൊക്കെ വായിച്ചും കേട്ടുമൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്നുകൊണ്ട് നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും എഴുതാനൊന്നും ഒരു വിഷയമില്ല. മലയാളത്തിലാണെങ്കിൽ ഭംഗിയായിട്ട് എഴുതി എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മുടെ ഞാൻ APMC 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. നമ്മുടെ വക്കീലിൻ്റെ കൂടെ വക്കീൽ അനിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് പഠിച്ചത്. ഒരു നമ്മുടെ കടവാക്കോട് പിന്നെ സുരേന്ദ്രൻ നായർ വക്കീലത്ര ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു. വളരെ മനോഹരമായിരുന്നു പാട്ട്. ഇപ്പം നിങ്ങളെ പോലുള്ള അറിയപ്പെടാത്ത കലാകാരന്മാരെ പബ്ലിക്കിൽ നമ്മൾ ഒന്ന് അറിയപ്പെടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കിടക്കണം. ഞാനിപ്പോൾ ഇത് ഫേസ്ബുക്കിലിടും, അപ്പം കുറച്ച് പേർക്കൊക്കെ കാണാനും ഇതേപോലെ അസാധ്യമായ കഴിവുകളുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ കുളത്തൂപ്പുഴയിലുള്ള ആൾക്കാരെ അറിയേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ഇഷ്ടംപോലെ എഴുതി വെച്ചിരിപ്പുണ്ട്. എഴുതിയിട്ട് ഒരു ദേശഭക്തി ഗാനമായിരുന്നാലും എനിക്കൊരു പ്രത്യേകം എന്ന് പറയുമ്പം ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു 10-50 വരി വേണമെങ്കിൽ ഞാൻ എഴുതും, എനിക്ക് വിഷയമില്ല. അതിന് ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ വിട്ടും. ഒരു കൊച്ചൊരു ഇതുണ്ട് കേട്ടോ. മരതകാടുകൾ മലർ കൊണ്ടു മൂടി മണിച്ചിലമ്പണിയും കാലം, മലർ മഞ്ചലേറി മധുരക്കിനാവുകൾ മണിയറ പൂവും കാലം, മലർ മകളല്ലോ മണവാട്ടി മലരമ്പനാണേ മണവാളൻ, മലയിലൊരാനന്ദ പന്തൽ തീർത്തു പാളോരെല്ലാം വിരുന്നു വന്നു, മലമേലൊരു കല്യാണം മലരിനും മധുപനും കല്യാണം, മന്ദപവനനാ സുന്ദരയാമം മംഗളമാക്കാൻ കുഴലൂതി, മയിലുകളോ വരവേൽക്കാൻ വഴിയേ മായാമോഹന നടമാടി, മഴമുകിലോടിയൊളിച്ചല്ലോ മധുമാസം വരവായല്ലോ, മന്ദാരങ്ങൾ വിടർന്നു കൊഴിഞ്ഞു മഴയായി മഴയായി പൂമഴയായി, മറയോ നണയേ മലയിരുൾ മൂടി മഹിയോ ചാഞ്ഞു മയങ്ങി, മണിയറയിൽ മധുമാസക്കിനാക്കൾ മാമാങ്കം കൊടിയേറി, മതിവരുവോളം മധുവേകി മലയജയോ സുരസുന്ദരിയായി, മഞ്ഞിനു പുഴയാനഴലായി മഞ്ഞളമെല്ലേ കുളിരേകി, മലകൾ ചേർത്തു മറച്ചൊരു കുടിലിൽ മറ്റൊരു പുലരി പിറക്കുകയായി, മരതകാടുകൾ മലർ കൊണ്ടു മൂടി മണിച്ചിലമ്പണിയും കാലം. ഇങ്ങനെ ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന വരികൾ തന്നെ ഒരു 50-100 വേണമെങ്കിൽ എഴുതാൻ നോക്കും. പിന്നെ ഇങ്ങനെ സംഗീതം ചെയ്ത് സ്വന്തമായിട്ട് പാടുന്നത്. ഇങ്ങനത്തെ എല്ലാ പിന്നെ പിന്നെ ഏതിനെ കുറിച്ചാണെങ്കിലും നമ്മൾ എഴുതി ഒരു ട്യൂൺ ചെയ്തു നമ്മൾ തന്നെ അങ്ങനെ പിന്നെ ഉണ്ട്. പിന്നെ ഭക്തി ഗാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വിഷയമൊന്നുമില്ല, എഴുതാനൊന്നും ഇതൊന്നുമില്ല. നമ്മൾ പറയുന്നത് ആദിവാസികളെ കുറിച്ചുള്ള പാട്ട് എഴുതിയത് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു പിന്നെ ഒരു ട്രൂപ്പൊക്കെ ഉണ്ട്, കലാ ട്രൂപ്പൊക്കെ ഉണ്ട്. അത് ആ ട്രൂപ്പിലല്ലാതെ ആയിരുന്നാലും ശരി, ആരെപ്പോൾ വന്നാലും നമ്മൾ ഒരു പ്രതിഫലമോ മറ്റുള്ളതൊന്നും ചോദിക്കാതെ എന്നെ കൊണ്ടുള്ളത് പറഞ്ഞു കൊടുക്കുക എപ്പോഴും. അത് അങ്ങനെ അവിടെ ആരോട് ചോദിച്ചാലും അറിയാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മേടിക്കത്തില്ല, നമ്മൾ എഴുതിയൊന്നും സ്റ്റോക്ക് ചെയ്യത്തുമില്ല. നമുക്കൊക്കെ വേറെ പിന്നെ എല്ലാവർക്കും ഒക്കെ ഒരാൾക്ക് ഒരു എഴുതി കൊടുക്കാനൊക്കെ മടിയായിരിക്കും.
അല്ലെങ്കിൽ വേറൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടൊക്കെ കാര്യം. അത് മാത്രമല്ല കേട്ടോ, അത് വേറൊരെണ്ണം വീണ്ടും കിട്ടത്തില്ല എന്നുള്ളവരൊക്കെയാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. എങ്ങനെ ഞാനിപ്പോൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 10 വരി എഴുതി അതൊരാൾക്ക് കൊടുക്കണം, ആ കുട്ടിയെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കിട്ടാനില്ലാത്തൊരാൾക്കേ ഉള്ളൂ ഇത് കൊടുക്കാൻ മടി വരുന്നത്. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനെയില്ല. എങ്ങനെയില്ലേ, എനിക്കിപ്പം വേണമെങ്കിൽ എനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് വിളിച്ചാൽ അത് അപ്പോഴേ ഫ്രഷായിട്ട് വേറൊരു സാധനം ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദൈവാധീനമുണ്ട്. അതുകൊണ്ട് ഇല്ല, അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് ഒരു പ്രതിഫലവും ചോദിക്കാതെ എടുക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതും. അങ്ങനെ പിന്നെ ഈ ആദിവാസി ഭാഷയിലുള്ള പിന്നെ പഴയ കവിതകൾ പാട്ടുകൾ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വരുന്ന അവസരങ്ങളിൽ ഈ ഭാഷയെ തന്നെ നമ്മൾ അവർ പറഞ്ഞ സീൻ അനുസരിച്ചും ആ സന്ദർഭം അനുസരിച്ചൊക്കെ നമ്മൾ എഴുതി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പുതിയ തലമുറയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ഭാരതീയം പോലുള്ള കേരളീയം പോലുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഞങ്ങൾ 3-4 സ്റ്റേജിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും പോയി ചെയ്യുന്നുണ്ട്. ഈ പുതിയ തലമുറയിലെ പിള്ളേരെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പാടി 1-2 പാട്ട് പാടിയെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം വേറൊരാളെ കൊണ്ട് എഴുതി ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ച് ചെയ്യിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അതെ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്, അവതരിപ്പിക്കുന്നുമുണ്ട്. പിന്നെ ആരും അങ്ങനെ അറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. ഏതായാലും കണ്ടതിനും പരിചയപ്പെട്ടതിനും ഒരുപാട് നന്ദി. അപ്പം ഇനി നമുക്ക് സമയമെടുത്ത് നല്ല പുതിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിച്ച് അത് നമുക്ക് നമ്മുടെ നാട്ടുകാർ കൂടുതലായിട്ട് അറിയേണ്ട ഒരു സംഭവം, നല്ല കാര്യമല്ലേ. ഓക്കെ, നമ്മുടെ ഒരു പഴമയുടെ താളങ്ങളെ നമ്മൾ വീണ്ടും നമ്മുടെ പുതുതലമുറയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. ശരി.